ഹലോ, ഇന്നിപ്പോൾ ഞാൻ ഇവിടെ വരാൻ കാരണം എന്താണെന്നറിയോ? ഞങ്ങൾ ഇത്രയും കാലം, ഞാൻ ജനിച്ചിട്ട് 32 കൊല്ലമായി. ആ കാലങ്ങൾ മുഴുവനും ജീവിച്ചതും ആചരിക്കപ്പെട്ടതും ഒക്കെ ഹിന്ദു മതവിശ്വാസ പ്രകാരമാണ് ജീവിച്ചതൊക്കെ. പക്ഷേ ഒരിടക്കാലത്ത് വെച്ച് നമ്മൾ ക്രിസ്തുവിനെ ആരാധിക്കാൻ തുടങ്ങി. ക്രിസ്തുവിനെ ആരാധിക്കാന്ന് വെച്ചാൽ അങ്ങോട്ട് മതം മാറിയിട്ടില്ല, ജാതി മാറിയിട്ടില്ല. നമുക്കൊരിഷ്ടം ഉണ്ടാവില്ലേ, നമുക്ക് ഇന്ന ദൈവങ്ങളെ ആരാധിക്കാൻ പാടുള്ളൂ എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഹിന്ദു മത ആചാരത്തിൽപ്പെട്ടവർ ക്രിസ്തുവിനെ ആരാധിക്കരുതെന്നോ അള്ളാഹുവിനെ ആരാധിക്കരുതെന്നോ എവിടെയും പറഞ്ഞിട്ടില്ല, എവിടെയും എഴുതിക്കപ്പെട്ടിട്ടില്ല. നമുക്ക് ഇഷ്ടമുള്ള ദൈവങ്ങളെ ആരാധിക്കാം, അതിന് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് ഇല്ലേ? അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ലൈഫ് മിഷൻ പദ്ധതിയിൽ എൻ്റെ ചേച്ചിക്ക് ഒരു വീട് കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ വെക്കേണ്ട ആവശ്യമാണ്. അങ്ങനെ ലൈഫ് മിഷൻ പദ്ധതിക്ക് വേണ്ടിയിട്ട് അന്വേഷിച്ചപ്പോൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് എന്താ അന്വേഷണ ഉദ്യോഗസ്ഥരൊക്കെ വരുന്നൊരു പരിപാടി ഏർപ്പാടൊക്കെ ഉണ്ട് ഇപ്പോൾ. അങ്ങനെ വന്ന് ഞങ്ങളുടെ വീട്ടിൽ കൃഷ്ണൻ്റെ വിഗ്രഹമുണ്ട്, ചാത്തൻ്റെ ഫോട്ടോ ഉണ്ട്, വിളക്കുണ്ട്. പക്ഷെ ഇതൊന്നും അവരെ കണ്ണപ്പെട്ടില്ല. ഒരു ക്രിസ്തുവിൻ്റെ ഫോട്ടോ അപ്പുറത്തിരിക്കുന്നതാണ് എല്ലാവരുടെ കണ്ണിലും പെട്ടത്. അങ്ങനെ ഇപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായി മാറിയിരിക്കുന്നു. സന്തോഷ വാർത്തയാണോ? അങ്ങനെ നമ്മുടെ ഇഷ്ടപ്രകാരമല്ല, നമ്മുടെ ഒരു രേഖകളും ഇല്ലാതെ തന്നെ ജാതി മാറാൻ പറ്റും, മതം മാറാൻ പറ്റും എന്നുള്ളത് ആദ്യമായിട്ട് അറിയണം. ഇതിന് എന്താണ്, ആരോടാണ്, എവിടെയാണ് പറയേണ്ടതെന്നൊന്നും അറിയില്ല. അറിവുള്ള ആൾക്കാരൊന്ന് പറഞ്ഞു തരണേ. ബൈ.